ഒരാളിൽ അടുക്കും ചിട്ടയും അച്ചടക്കവും ഉണ്ടാകുമ്പോഴാണ് അയാൾക്ക് ഉള്ളിലുള്ള ആനന്ദത്തെ അനുഭവിക്കാൻ കഴിയുന്നത്. ചെറുതായുള്ള ഒരു ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ഓരോ ആളിലും ആനന്ദത്തിൻ്റെ കണികകൾ നിറഞ്ഞു വരുന്നതായിട്ട് അറിയാനും അനുഭവിക്കാനും സാധിക്കും. അടുക്കും ചിട്ടയും വേണം, അച്ചടക്കം വേണം. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് വലുതാണ്. ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു യുവാവ് വന്ന് പറഞ്ഞു, എനിക്ക് ധ്യാനം പഠിക്കണം, ധ്യാനത്തിൽ കുറേ നേരം ഇരിക്കണം. ഗുരു ആ യുവാവിനെ ധ്യാനം പഠിപ്പിച്ചു, ധ്യാനത്തിൽ കുറേ നേരം ഇരിക്കാൻ അനുവദിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ സമയത്ത് ഗുരു യുവാവിനോട് പറഞ്ഞു, നമ്മുടെ ആശ്രമത്തിൽ വിശാലമായിട്ടുള്ള മുറ്റമുണ്ട്. ആ മുറ്റത്തിന് ചുറ്റും വലിയ മരങ്ങളുണ്ട്. ആ മരങ്ങളുടെ ഇലകൾ മുറ്റത്തേക്ക് വീഴുന്നുണ്ട്. നീ അത് ഇന്ന് വൃത്തിയാക്കണം. യുവാവ് പറഞ്ഞു, ഞാൻ ധ്യാനത്തിലിരിക്കാനും ബോധോദയം നേടാനുമാണ് വന്നിരിക്കുന്നത്. ഗുരു പറഞ്ഞു, നിന്റെ ആ പ്രവൃത്തിയിൽ ധ്യാനമുണ്ട്. നീ അന്വേഷിക്കുന്ന ശാന്തിയുണ്ട്, അതിൽ ബോധോദയം ഉണ്ട്. അത് നീ ചെയ്യുക. രാവിലെ മുതൽ ഈ യുവാവ് വൈകുന്നേരം വരെ മുറ്റം വൃത്തിയാക്കിക്കൊണ്ടിരുന്നു. വൈകുന്നേരം ആയപ്പോഴ ശക്തമായ കാറ്റ് വന്ന് ഇലകൾ വീണ്ടും മുറ്റത്തേക്ക് വീണു. യുവാവ് നിരാശപ്പെട്ട് ഗുരുവിനോട് പറഞ്ഞു, വീണ്ടും വീണ്ടും ഇലകൾ വീണുകൊണ്ടേയിരിക്കുന്നു. ഗുരു പറഞ്ഞു, ഇലകൾ വീണ്ടും വീണ്ടും വീഴും, നീ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കണം. ആവർത്തിച്ചുള്ള പരിശ്രമമാണ് അച്ചടക്കം. അടുക്കും ചിട്ടയും നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, എല്ലാം അടുക്കും ചിട്ടയിലും ഞാൻ വെച്ച് അതിൻ്റെ ഒക്കെ താളം തെറ്റി. അടുക്കും ചിട്ടയിൽ വെച്ച കാര്യങ്ങൾ വൈകുന്നേരം വരെ അതേപോലെ ഇരിക്കണം എന്നില്ലേ? അതിൻ്റെ താളം തെറ്റും. പക്ഷെ നമ്മൾ നിരന്തരം അടുക്കും ചിട്ടയിലും വെച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ചിന്തകൾ കുറയും, ആശങ്കകൾ കുറയും, ഉത്കണ്ഠകൾ കുറയും. നമുക്ക് സമാധാനപ്പെട്ടിട്ട് ഇരിക്കാൻ സാധിക്കും. അങ്ങനെ സമാധാനപ്പെടാനും ഇരിക്കാനും കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ